ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാർബി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്പോഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലൊരു ടിന്നിലോ അല്ലെങ്കിൽ നമ്മൾ ഏതിലാണ് ബേക്ക് ചെയ്യണതെങ്കിൽ അതിൽ ബട്ടർ പേപ്പർ വിരിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് തരിച്ചു വെക്കണം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിതെല്ലാം ഒരു കപ്പിലേക്കാണ് ആദ്യം ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു കപ്പിൻ്റെ പകുതിയോളം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ മൈദ ചേർത്തിട്ട് ഫില്ലാക്കേണ്ടത്. ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് മൈദ ചേർക്കേണ്ടത്, അല്ലാതെ നമ്മൾ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്. പിന്നെ നമ്മൾ ഈ കപ്പ് ടാപ്പ് ചെയ്തിട്ടല്ല നമ്മൾ മെഷർ ചെയ്തെടുക്കണത്. ഇത് നല്ല വടിച്ചെടുത്തിട്ട് വേണം നമ്മളിത് ഒരു കപ്പായിട്ട് നമ്മൾ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് വടിച്ചെടുക്കുക. അതിലെ ബബിൾസ് ഒഴിവായിട്ടുള്ള ഭാഗം കിടക്കുന്ന ഭാഗത്തൊക്കെ മൈദ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് 2-3 തവണ നന്നായിട്ട് തരിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ ഒരു 3 തവണ തരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ തവണ തരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഉള്ളൂ ബേക്കിംഗ് പൗഡറും നമ്മുടെ മിക്സ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തേ വരുള്ളൂ. ഇതുപോലെ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ആക്കി എടുക്കാം. ചെറിയ മുട്ടയാണെങ്കിൽ നിങ്ങളൊരു 5 മുട്ട എടുക്കണം. വലുതാണെങ്കിൽ മീഡിയം സൈസിലുള്ളതാണെങ്കിൽ ഒരു 4 മുട്ട എടുത്താൽ മതി. ഞാൻ ഇത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിസ്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്തിട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുത്താൽ മതി. നമ്മൾ ഈ യെല്ലോ ഭാഗം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ ഈ 1/4 കപ്പ് എടുക്കുന്ന സമയത്ത് 1-2 ടീസ്പൂൺ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരമൊന്നും മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ആ ഓയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എഗ് വൈറ്റിൽ ഇപ്പോൾ നമ്മളൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ആദ്യം ഒന്ന് പതഞ്ഞെടുക്കണം ബീറ്റ് ചെയ്തിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അത് കുറച്ചേച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ മുട്ട നല്ല ക്രീമി ആയിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓവർ ബീറ്റ് ആവുകയും ചെയ്യരുത്. ഇനി നമുക്ക് ഈ യെല്ലോ പാർട്ടിലേക്കാണ് നമ്മൾ തരിച്ച് വെച്ചിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ചേച്ചായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ, ഒന്നിച്ചിട്ട് ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് പാല് എടുത്ത് വെക്കണം. തിളപ്പിക്കാത്ത പാലാണ്. നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് വെക്കുക. അതിങ്ങനെ കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ പാല് ചേർത്തിട്ട് വീണ്ടും നമ്മളിങ്ങനെ മിക്സാക്കി എടുക്കുകയാണ്. ഇങ്ങനെ ചെറുതായിട്ട് ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ആ വൈറ്റ് മിക്സ് ചെയ്ത് വെച്ചത്, ബീറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ വൈറ്റ് പാർട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ ആദ്യം നമ്മൾ മിക്സാക്കിയ പോലെ ചെയ്യരുത്. വൈറ്റ് പാർട്ട് നമ്മൾ മിക്സാക്കിയ ശേഷം ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ആ കോഴിമുട്ടൻ്റെ അപ്പോൾ അത് പോകാൻ പറ്റില്ല. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആവില്ല. കുറച്ച് പാർട്ടായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക വേണ്ടത്.
ഇനി നിങ്ങൾക്ക് സ്പോഞ്ച് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലായിട്ട് നന്നായിട്ട് തരിച്ചു വെച്ചിട്ടുള്ള കൊക്കോ പൗഡർ 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വിസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇടയിൽ എവിടെയും കട്ടകളൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇടയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ബബിൾസ് എന്തെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാവാൻ വേണ്ടിയിട്ടാണ്. അടിഭാഗവും മുകൾ ഭാഗമൊക്കെ ഒന്നിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് നമ്മൾ ആ ടിന്നിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തതിന് ശേഷമാണ് ബട്ടർ പേപ്പർ അതിൽ വിരിച്ചു കൊടുക്കുന്നത്. ഇനി ബാറ്റർ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ട് ഇളക്കി കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം ബേക്ക് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. 20-30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. ഇതിൻ്റെ ചൂട് വിട്ടതിന് ശേഷം വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് 3 പാർട്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി ഇതിൽ ഒരു ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക, എന്നിട്ട് ക്രീം ഓരോ ലെയറിൽ കൊടുക്കുക. അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യണത്. അങ്ങനെ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതിൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഐസിങ് ചെയ്യാനെടുക്കുന്നത്. ഈ ഷുഗർ സിറപ്പിൽ നമ്മൾ കുറച്ച് 1-2 ഏലക്കായ ഇടുകയാണെന്നുണ്ടെങ്കിൽ കേക്കിന് നല്ല ടേസ്റ്റി ആക്കാറ്. അതേപോലെ തന്നെ ആ എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. എഗ്ഗിൻ്റെ സ്മെല്ല് അല്ലെങ്കിലും നമ്മൾ ആദ്യം വിനാഗിരി ആഡ് ചെയ്തുകൊണ്ട് എഗ്ഗിൻ്റെ സ്മെല്ല് കേക്കിന് ഒരിക്കലും ഉണ്ടാവില്ല. ഞാനിവിടെ റിച്ചിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഇത് ക്രം കോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഐസിങ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ കേക്കുമെന്ന് ക്രംസ് ഒന്നും ഇങ്ങനെ വിട്ടു പോരില്ല. ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ് ഉണ്ടാവും ചെയ്യും. ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു 1-1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര ടൈം വേണമെങ്കിലും വെക്കാം, അത് കുഴപ്പമില്ല. അരമണിക്കൂറിലും കുറയാതിരുന്നാൽ മതി. ആദ്യം ക്രീമെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ക്രീം ആവശ്യത്തിന് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം തന്നെയുള്ളൂ നമുക്ക് ഐസിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നല്ല ഷാർപ്പ് എഡ്ജിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ക്രീം യൂസ് ചെയ്യണം. ഇനി ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. സ്ക്രാപ്പർ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓരോ തവണ ഇതിലിങ്ങനെ ഷേപ്പാക്കി കൊടുക്കുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ അത് കഴുകുക, അല്ലെങ്കിൽ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി ഇതുപോലെയുള്ള സ്ക്രാപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ATM കാർഡ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന കാർഡൊക്കെ യൂസ് ചെയ്താൽ മതി. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ എക്സ്റേ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഷാർപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബാർബി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ വെച്ച് കൊടുക്കരുത്. കുറച്ച് സെൻറ്ററിൽ നിന്ന് കുറച്ച് ഒരു 1-2 ഇഞ്ച് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രോക്ക് പാർട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ബ്ലൂ കളർ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷമാണ് കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ കേക്ക് നമ്മൾ സാധാരണ ബാർബി കേക്കിൻ്റെ ആ ഒരു ടിന്നില്ലാത്തവർക്കൊക്കെ ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. അതാകുമ്പോൾ കേക്കിൻ്റെ സൈഡൊന്നും വേസ്റ്റായിട്ട് കട്ട് ചെയ്ത് പോവുകയില്ല. എന്നാലൊരു ബാർബി കേക്കിൻ്റെ മോഡൽ കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ വേറെ നോസിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യണത്. നമുക്ക് ആ ഡോട്ടിൻ്റെ നോസിൽ വെച്ചിട്ടും അങ്ങനെ ചെയ്ത് കൊടുക്കാം.
ഡ്രസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ മോഡൽ വേണമെങ്കിൽ കൊടുക്കുക. മാത്രമല്ല ഇതിൻ്റെ കളറും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ലിക്വിഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഗ്രാസിൻ്റെ ഷേപ്പിലുള്ള നോസിൽ കൊണ്ടാണ് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗാർഡനിൽ ഇരിക്കുന്ന ബാർബി ആയിട്ടാണ് നമ്മൾ ഈ കേക്കിൻ്റെ മുകളിൽ ഇത് ഡിസൈൻ ചെയ്യണത്. ഇതിൻ്റെ റൗണ്ടിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടും ഇങ്ങനെ ഈ ഗ്രാസിൻ്റെ നോസിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ വിപ്പിംഗ് ക്രീമിൽ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് കളർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഗ്രാസിൽ ഇടയിലായിട്ട് ഫ്ലവറുകൾ ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ നോസിൽ യൂസ് ചെയ്തിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണുള്ളൂ. ഫ്ലവറിൻ്റെ ഷേപ്പ് ആകാൻ വേണ്ടിയിട്ടാണ്. റെഡ് കളറിലോ അതേപോലെ യെല്ലോ കളറിലൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഓരോ ഡിസൈൻ അറിയുന്നവരൊക്കെ അത് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഈ ഫ്രോക്കിൻ്റെ മുകളിൽ കുറച്ച് ബീഡ്സ് കൂടി വെച്ച് കൊടുക്കുക. വൈറ്റ് കളർ ബീഡ്സ് ആണ്, അല്ലെങ്കിൽ സിൽവർ കളർ ബീഡ്സ് ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടി ബെറ്റർ. അങ്ങനെ നമ്മുടെ ബാർബി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ നമ്മൾ ഫ്രീസ് ചെയ്തെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്പോഞ്ച് കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി വാനില കേക്ക് ആണെങ്കിലും വാനില സ്പോഞ്ച് കേക്ക് ആണെങ്കിലും നിങ്ങൾ ആ കൊക്കോ പൗഡർ മാത്രം അതിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രം മതി. കേക്ക് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നല്ല പൊങ്ങി വരാനും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.